അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, വാത്സല്യ നിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു ചെറിയ സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരൊറ്റ സ്വലാത്ത് നമ്മളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ, നമുക്ക് എന്താണോ ഉദ്ദേശങ്ങളുള്ളത് ആ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ സ്വലാത്താണ്. ആ സ്വലാത്ത് ദിവസവും 100 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഹബീബിൻ്റെ സ്നേഹിക്കുന്നതിലൂടെ, സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ ചൊല്ലുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ നിയ്യത്ത് ചെയ്ത് ഇഖ്ലാസോട് കൂടി ചൊല്ലണം. ഖിബിലക്ക് മുന്നിട്ട്, വുളു എടുത്ത് ഖിബിലക്ക് മുന്നിട്ട് ഈ സ്വലാത്ത് എല്ലാവരും കഴിയുന്നതും ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. സ്വലാത്ത് ഇതാണ്: അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. സയ്യിദിന എന്ന് അവിടെ കൂട്ടി കൊടുക്കണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈത്തിഹി. ഈ സ്വലാത്ത് ദിവസവും 100 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരും. ഇഖ്ലാസോട് കൂടി ചൊല്ലണം. ചൊല്ലിയിട്ട് നടന്നിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്ന് പ്രാർത്ഥനകളാൽ അത്ഭുതങ്ങൾ സംഭവിച്ചവരുടെ കഥകളേറെയുണ്ട്. അതിനാൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നിർത്താൻ പാടില്ല. റബ്ബിനോട് എല്ലാം ചോദിക്കുക. എല്ലാം കാണുന്നവൻ ഒരു റബ്ബുണ്ട്. അവൻ നമ്മളുടെ പ്രാർത്ഥനയ്ക്കൊരു ദിവസം ഉത്തരം നൽകും. നമ്മൾ ചോദിക്കുന്നതിന് ഒരു ദിവസം അവൻ ഉത്തരം നൽകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കുക. നമ്മൾ പറഞ്ഞു തരുന്ന ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ മുറാദുകൾ ഹാസിലാവുന്നില്ല എന്ന് കരുതി നിർത്തി ഒരു ദിക്റും ഒരു സ്വലാത്തും നമ്മൾ നിർത്താൻ പാടില്ല. തുടർന്നു കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ പ്രതീക്ഷ കൈവിട്ടാൽ, ഇൻഷാ അല്ലാഹ് കൈവിടരുത് പ്രതീക്ഷകളൊന്നും. റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കന്നെ. ഖൈറായ ഒരു സമയത്ത് നമുക്കുള്ള വാതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഖൈറായൊരു കാര്യം, നമുക്കൊരു ഖൈറായ ദിവസം നമുക്ക് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ ദിവസം അള്ളാഹു അവൻ്റെ ഖൈറിൻ്റെ ബാബ് അവൻ തുറന്നു തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതെല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക. ഇൻഷാ അല്ലാഹ്
ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കാൻ. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യുമെന്നുള്ള വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.